എല്ലാവർക്കും നമസ്കാരം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ DBDO കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അദീല ബി, ആലപ്പുഴ ജില്ലയിലെ ഇറവങ്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ടീച്ചറാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. സെക്കൻഡ് വൺ, ബേസിക് കോൺസെപ്റ്റ്. തേർഡ് വൺ, പ്രോസസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഫോർത്ത് വൺ, ആപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ആൻഡ് ദി ഫിഫ്ത്ത് വൺ ഈസ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും സൈൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ എന്താണെന്ന് അറിയാം. നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴോ ലീവ് ലെറ്റർ കൊടുക്കുമ്പോഴോ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴോ എല്ലാം അത് നമ്മളുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് മാധ്യമത്തിൽ ഇങ്ങനെയുള്ള രേഖകൾ കൈമാറുമ്പോൾ നമുക്ക് കയ്യൊപ്പ് പതിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതിനാലാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. അതായത് ഇലക്ട്രോണിക് മാധ്യമത്തിൽ ഏത് ഡോക്യുമെൻ്റ് കൈമാറുമ്പോഴും അത് ഒതൻറ്റിക്കേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. IT ആക്ട് 2000 സെക്ഷൻ 24 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറിന് നിയമസാധുതയുണ്ട്. ഇതെന്ന് പറയുന്നത് സെൻഡറിൻ്റെ ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷനാണ്. നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്. ബേസിക് കോൺസെപ്റ്റിൽ ആദ്യം വരുന്നതാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡേറ്റയെ നോൺ റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ. റീഡബിൾ ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും. അതിനെ കൺവേർട്ട് ചെയ്ത് നോൺ റീഡബിൾ ആക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് സൈഫർ ടെക്സ്റ്റ്. ഇത് വേറെ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓൺലി ഓതറൈസ്ഡ് പാർട്ടീസിന് മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് ഡിക്രിപ്ഷൻ. ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സൈഫർ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും റീഡബിൾ ഫോമിലോട്ടാക്കുന്നതിനെയാണ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത്. സെൻഡറിൻ്റെ സൈഡിലാണ് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. യൂസിങ് വേരിയസ് എൻക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതിനെ റിസീവറിൻ്റെ സൈഡിൽ ഡിക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് അസിമെട്രിക് എൻക്രിപ്ഷൻ. അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിക്ക് പറയുന്ന വേറൊരു പേരാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി. ഈ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ രണ്ട് കീസാണ് യൂസ് ചെയ്യുന്നത്, പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. ഇത് രണ്ടും എൻക്രിപ്റ്റ് ചെയ്യാനും ഡിക്രിപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പബ്ലിക് കീയും പ്രൈവറ്റ് കീയിലും ഈ രണ്ട് കീസിൽ ഒരു കീ എല്ലാ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ കീയാണ് നമ്മൾ പബ്ലിക് കീ എന്ന് പറയുന്നത്. അടുത്ത കീ എന്ന് പറയുന്നത് അതിൻ്റെ ഓണർക്ക് സീക്രട്ടായിട്ട് അറിയാവുന്ന കീയാണ്. അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് കീ ആണ്. പബ്ലിക് കീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കീയാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. ഇത് റിസീവറിൻ്റെ സൈഡിൽ മെസ്സേജ് വെരിഫിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രൈവറ്റ് കീ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻഡറിന് മാത്രം അറിയാവുന്ന സീക്രട്ട് കീയാണ് നമ്മൾ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർബിട്രറി ലെങ്തുള്ള ന്യൂമറിക്കൽ വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുത്താൽ നമുക്കതിനെ കംപ്രസ് ചെയ്തിട്ട് ഫിക്സഡ് ലെങ്തുള്ള ന്യൂമറിക്കൽ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതാണ് ഹാഷ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അടുത്തത് നമ്മൾ നോക്കുന്നത് മെസ്സേജ് ഡൈജസ്റ്റ്. മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഹാഷ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഹാഷ് വാല്യൂസ് എന്ന് പറയും. അടുത്തതായി എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ രണ്ട് വ്യക്തികളാണുള്ളത്, ബോബ് ആൻഡ് ആലീസ്. ബോബാണ് മെസ്സേജിൻ്റെ സെൻഡർ അല്ലെങ്കിൽ ക്രിയേറ്റർ ഓർ സൈനർ. ആലീസ് മെസ്സേജ് റിസീവ് ചെയ്യുന്നയാൾ. അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയാണ് ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി, ഒതൻറ്റിക്കേഷൻ എന്നീ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് കീ ഉണ്ടായിരിക്കുമെന്ന് അർത്ഥം. ബോബിൻ്റെ കയ്യിൽ രണ്ട് കീ ഉണ്ട്, പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. ബോബ് പബ്ലിക് കീയെ ആലീസിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ആലീസ്
ബോബിൻ്റെ മെസ്സേജിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഒതൻറ്റിക്കേഷനും ഉറപ്പുവരുത്തുന്നത് ഈ പബ്ലിക് കീ ഉപയോഗിച്ചുകൊണ്ടാണ്. ബോബ് മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യുകയും ആ മെസ്സേജിനെ ഏതെങ്കിലും ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മെസ്സേജിൻ്റെ മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ കിട്ടിയ മെസ്സേജ് ഡൈജസ്റ്റിനെ ബോബിൻ്റെ കയ്യിലെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ ലഭിച്ച ഡിജിറ്റൽ സിഗ്നേച്ചറും ബോബ് ക്രിയേറ്റ് ചെയ്ത മെസ്സേജും ആലീസിന് അയച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ആലീസിൻ്റെ കയ്യിൽ 3 കാര്യങ്ങളാണുള്ളത്: പബ്ലിക് കീ, മെസ്സേജ്, ഡിജിറ്റൽ സിഗ്നേച്ചർ. ആലീസ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പബ്ലിക് കീയുടെ സഹായത്തോടെ ഡിക്രിപ്റ്റ് ചെയ്യുകയും അതിലൂടെ മെസ്സേജ് ഡൈജസ്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലഭിച്ച മെസ്സേജിനെ ഹാഷ് ഫംഗ്ഷന് വിധേയമാക്കുകയും മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ആലീസിൻ്റെ കയ്യിൽ 2 മെസ്സേജ് ഡൈജസ്റ്റുകളാണ് ഉള്ളത്. ഈ 2 മെസ്സേജ് ഡൈജസ്റ്റുകളെയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ ആലീസിന് ഉറപ്പിക്കാം ബോബ് അയച്ച മെസ്സേജ് തന്നെയാണ് ആലീസിന് കിട്ടിയിരിക്കുന്നത്. അതിൽ യാതൊരു മോഡിഫിക്കേഷനും വന്നിട്ടില്ല എന്നത് ഇതിലൂടെ ഇൻറ്റഗ്രിറ്റി, ഒതൻറ്റിക്കേഷൻ എന്നിവ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ബോബിന് നിരാകരിക്കാൻ പറ്റുകയില്ല ഇത് ഞാൻ അയച്ച മെസ്സേജ് അല്ല എന്ന്. ഇപ്പോൾ ഈ 2 മെസ്സേജ് ഡൈജസ്റ്റും ഈക്വൽ അല്ലെങ്കിൽ ഉറപ്പിക്കാം ഇത് ബോബ് അയച്ച മെസ്സേജ് അല്ല എന്നുള്ളത്. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ പെയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നത് സൈൻ ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിക് കീ യൂസ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ കീ ആയിട്ടുമാണ്. സൈനർ ഡേറ്റയെ ഒരു ഹാഷ് ഫംഗ്ഷനിലൂടെ കടത്തിവിടുകയും അങ്ങനെ മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹാഷ് വാല്യൂവും സിഗ്നേച്ചർ കീയും അതായത് പ്രൈവറ്റ് കീയും സിഗ്നേച്ചർ അൽഗോരിതത്തിലൂടെ കടത്തിവിടുകയും അതുവഴി ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഈ സിഗ്നേച്ചറും ഡേറ്റയും കൂടി ഒരുമിച്ചാണ് വെരിഫയർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. വെരിഫയർ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ വെരിഫിക്കേഷൻ കീ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുകയും ഈ വെരിഫിക്കേഷൻ അൽഗോരിതം അതിൻ്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വെരിഫയർ സെയിം ഹാഷ് ഫംഗ്ഷനാണ് റിസീവ്ഡ് ഡേറ്റയിലും ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെരിഫിക്കേഷൻ സൈഡിൽ ഹാഷ് വാല്യൂ ഓഫ് ദി ഡേറ്റയും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഹാഷ് വാല്യൂവും കമ്പയർ ചെയ്യുന്നു. ഇഫ് ബോത്ത് ആർ ഈക്വൽ ആണെങ്കിൽ കൺഫേം ചെയ്യാം സൈനർ ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് ആണെന്ന്. സിഗ്നേച്ചർ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സൈനറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വേറെ ആർക്കും ഈ കീ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് സൈനറിന് ഇത് ഞാൻ ചെയ്തതല്ല എന്ന് നിരാകരിക്കാനായിട്ട് പറ്റുകയും ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും ഇങ്ങനെ ഒരു പച്ച ടിക്ക് മാർക്ക്. ഇത് നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. ഇതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മുടെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഒറിജിനൽ മെസ്സേജിൽ ആഡ് ചെയ്യുകയും അത് റിസീവറിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ പാസ്വേഡ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആരാണ് ഇത് ഡിജിറ്റലി സൈൻ ചെയ്തിരിക്കുന്നത്, ഏത് ഡേറ്റ്, ഏത് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് ഈ സിഗ്നേച്ചർ വാലിഡ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വാലിഡിറ്റി അൺനോൺ ആണെങ്കിൽ നമുക്കൊരു മഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ പറ്റും. ആ മഞ്ഞ ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് സിഗ്നേച്ചർ വാലിഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതായത് വാലിഡിറ്റി അൺനോൺ ആയിട്ടുള്ള സിഗ്നേച്ചറിനെ നമുക്ക് സിഗ്നേച്ചർ വാലിഡ് ആണോ അല്ലയോ എന്നറിയാൻ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. 3 കാര്യങ്ങൾക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്.
അതിലൊന്നാമത്തതാണ് ഒതൻറ്റിക്കേഷൻ. ഒതൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു യൂസറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നോൺ റെപ്യൂഡേഷൻ. നോൺ റെപ്യൂഡേഷൻ എന്താണെന്ന് വെച്ചാൽ സെൻഡറിന് ഡിനേ ചെയ്യാൻ പറ്റിയില്ല, നിരാകരിക്കാൻ പറ്റിയില്ല ഈ മെസ്സേജ് ഞാൻ അയച്ചതല്ല എന്ന്. അതായത് സെൻഡറിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും സെൻഡറിന് ഈ മെസ്സേജ് താൻ അയച്ചതല്ല എന്ന് നിരാകരിക്കാനായിട്ട് പറ്റുകയില്ല. അടുത്ത അതാണ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി മീൻസ് ഈ മെസ്സേജിൽ യാതൊരുവിധ മോഡിഫിക്കേഷനും വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. കാരണം മെസ്സേജിനെ ഒരു ഇൻ്റർനെറ്റ് മീഡിയത്തിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഹാക്കേഴ്സ് മെസ്സേജ് ഹാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. മെസ്സേജ് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്താലും നമ്മൾ റിസീവറിൻ്റെ സൈഡിൽ അതിനെ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാഷ് വാല്യൂവും മെസ്സേജിൻ്റെ ഹാഷ് ഫംഗ്ഷന് വിധേയമാക്കുമ്പോൾ കിട്ടുന്ന ഹാഷ് വാല്യൂവും ഡിഫറൻ്റ് ആയിരിക്കും. അതിനാൽ തന്നെ അവിടെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്: ഒതൻറ്റിക്കേഷൻ, നോൺ റെപ്യൂഡേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് ഇമെയിലാണ്. കാരണം ഇമെയിൽ വഴി നമ്മൾ രേഖകളൊക്കെ അയക്കുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ്, അതുപോലെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാറുണ്ട്. ഡേറ്റ സ്റ്റോറേജ്, അതുപോലെ തന്നെ തട്ടിപ്പ്, വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തുന്നതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. ഇതിന് ഷോർട്ട് ഫോമിൽ DSC എന്ന് പറയും. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ നിങ്ങളുടെ നെയിം, സ്കൂളിൻ്റെ നെയിം, അഡ്രസ്സ്, അഡ്മിഷൻ നമ്പർ ഇതൊക്കെ കാണും. ഇത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് സ്കൂൾ അധികൃതർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഇതെല്ലാം ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതുപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമത്തിൽ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ DSC എന്ന് പറയുന്നത്. സാധാരണ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിനുള്ള പ്രത്യേകത അതൊരു പേഴ്സണിന് മാത്രമല്ല, പേഴ്സണിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, ഒരു കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പാക്കേജിനോ അല്ലെങ്കിൽ എന്ത് കാര്യവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ നമുക്കതിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റിയാണ്. അതിനെയാണ് നമ്മൾ CA എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് അതോറിറ്റി സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു എൻക്രിപ്റ്റഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ പബ്ലിക് കീ അറ്റാച്ച് ചെയ്തിരിക്കും. കൂടാതെ സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ അതർ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷനും ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, നെയിം ഓഫ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ, അതുപോലെ തന്നെ സീരിയൽ നമ്പർ, അത് ആ സർട്ടിഫിക്കറ്റ് ഹോൾഡറിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും. എക്സ്പയറി ഡേറ്റ്, എന്നാണ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി തീരുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ പബ്ലിക് കീ നമ്മൾക്കറിയാം ഡിക്രിപ്ഷന് വേണ്ടിയിട്ടാണ് പബ്ലിക് കീ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഡിജിറ്റൽ സിഗ്നേച്ചർ, അത് ആരാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചറും അതിനുള്ളിൽ ഉണ്ടായിരിക്കും. ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റ് ഇൻഫർമേഷനിൽ ദ സർട്ടിഫിക്കറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇഷ്യൂഡ് ടു, ആർക്കാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇഷ്യൂഡ് ബൈ, ആരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ വാലിഡിറ്റി ഡേറ്റ്, വാലിഡ് ഫ്രം ഇൻ വിച്ച് ഡേറ്റ് ടു വിച്ച് ഡേറ്റ്, ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രൈവറ്റ് കീയും കൂടി
ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ വെർഷൻ ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് ഹോൾഡറുടെ നെയിം ഉണ്ടായിരിക്കും, ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇഷ്യൂഡ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, കീ ഉണ്ടായിരിക്കും, അത് പബ്ലിക് കീ ഉണ്ടായിരിക്കും, പ്രൈവറ്റ് കീ ഉണ്ടായിരിക്കും. ഇതെല്ലാം ആണ് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്രിയേഷനാണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്രിയേഷനിൽ 3 പാർട്ടീസാണ് ഇൻവോൾവ് ചെയ്യുന്നത്. എൻഡ് യൂസർ ഓർ ക്ലയൻറ്റ്, രജിസ്ട്രേഷൻ അതോറിറ്റി, അതുപോലെ തന്നെ സർട്ടിഫയിങ് അതോറിറ്റി. 4 സ്റ്റെപ്പിൽ കൂടിയാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കീ ജനറേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ, തേർഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ദി ക്രിയേഷൻ. ഇതിൽ കീ ജനറേഷൻ സ്റ്റെപ്പിൽ യൂസർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയാണ് കീ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ പബ്ലിക് കീ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും പ്രൈവറ്റ് കീ യൂസർ സീക്രട്ടായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പായ രജിസ്ട്രേഷനിൽ രജിസ്ട്രേഷൻ അതോറിറ്റി യൂസറിനെ രജിസ്റ്റർ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷനാണ്. ഇവിടെ യൂസറിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും രജിസ്ട്രേഷൻ അതോറിറ്റി വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ യൂസർ ക്രിയേറ്റ് ചെയ്ത പബ്ലിക് കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രൈവറ്റ് കീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പാണ് ക്രിയേഷൻ. ഇവിടെ രജിസ്ട്രേഷൻ അതോറിറ്റി യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് ചെക്ക് ചെയ്തത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം സർട്ടിഫയിങ് അതോറിറ്റിക്ക് കൈമാറുകയും സർട്ടിഫയിങ് അതോറിറ്റി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഡിജിറ്റലി സൈൻ ചെയ്ത് രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്യുന്നു. രജിസ്ട്രേഷൻ അതോറിറ്റിയാണ് ഈ സർട്ടിഫിക്കറ്റ് പിന്നീട് യൂസറിന് കൈമാറുന്നത്. ഇവിടെ രജിസ്ട്രേഷൻ അതോറിറ്റി ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് യൂസറിനും സർട്ടിഫയിങ് അതോറിറ്റിക്കും ഇടയ്ക്ക്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഡയഗ്രമാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ക്ലാസ്സസ് ഓഫ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് 3 ക്ലാസ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്ലാസ് 1, രണ്ടാമത്തെ ക്ലാസ് 2, മൂന്നാമത്തെ ക്ലാസ് 3. ഇതിൽ ക്ലാസ് 1 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബിസിനസ് പേഴ്സണിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ യൂസിനും വേണ്ടിയിട്ടാണ്. ഇതിൽ സബ്സ്ക്രൈബർ നൽകുന്ന ഇൻഫർമേഷൻ ഒരു പ്രീ സ്റ്റോറേജ് ഡാറ്റാബേസിലുള്ള ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഇമെയിൽ യൂസേഴ്സിനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വെരിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ആധാർ, EKYC, ബയോമെട്രിക് ആണ്. അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും, അതുമല്ലെങ്കിൽ ആധാർ, EKYC, OTP പ്ലസ് വീഡിയോ വെരിഫിക്കേഷനാണ്. ഇതിൽ പ്രൈവറ്റ് കീ ജനറേഷനും അതിൻ്റെ സ്റ്റോറേജും ആ സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെയായിരിക്കും ക്ലാസ് 1 സർട്ടിഫിക്കറ്റിനുള്ളത്. അടുത്തത് ക്ലാസ് 2 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. ക്ലാസ് 2 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ക്ലാസ് 1നെ പോലെ തന്നെ ബിസിനസ് പേഴ്സണിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ യൂസേഴ്സിലുമാണ്. ഇത് റിസ്ക് കേസ് മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് സിഗ്നിഫിക്കൻ്റ് റിസ്ക് ഉള്ള സിറ്റുവേഷൻസിലാണ് ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ വെരിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ, KYC, ബയോമെട്രിക്, അതേപോലെ തന്നെ പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോം പ്ലസ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, ആധാർ, EKYC, OTP പ്ലസ് വീഡിയോ വെരിഫിക്കേഷനാണ്. ഇവിടെ പ്രൈവറ്റ് കീ ജനറേഷനും അതിൻ്റെ സ്റ്റോറേജും എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഫയലിങ്ങിന്, ഫോം 16, അതുപോലെ തന്നെ GST ആപ്ലിക്കേഷൻ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലാസ് 2 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്ലാസ് 1 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിനെ പോലെ തന്നെ സബ്സ്ക്രൈബർ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ഒരു വെൽ റെക്കഗ്നൈസ്ഡ് പ്രീ സ്റ്റോറേജ് ഡേറ്റാബേസിലെ ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് സിഗ്നിഫിക്കൻ്റ് റിസ്ക് കേസസിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ക്ലാസ് 3 സർട്ടിഫിക്കറ്റ്. ക്ലാസ് 3 സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിനുമാണ്. ഇവിടെ ഹൈ റിസ്ക് കേസസിലാണ് നമ്മൾ ക്ലാസ് 3 സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിലെ വെരിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ, EKYC, ബയോമെട്രിക്, അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മൾ പേപ്പറിലാണ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണമെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബർ നേരിട്ട് തന്നെ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ
ഫിസിക്കലായിട്ട് അപ്പിയർ ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആധാർ, eKYC, OTP പ്ലസ് വീഡിയോ വെരിഫിക്കേഷനാണ് വെരിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യണത്, അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസിലാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ് 3 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൂടുതലായും യൂസ് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷന് വേണ്ടിയാണ്. ടെൻഡറിങ്, അതുപോലെ തന്നെ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഫയലിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ് 3 സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ ഓർഗനൈസേഷനും ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ കൊടുക്കുന്ന വേറൊരു സർട്ടിഫിക്കറ്റാണ് DGFT. ഇത് ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡോങ്കിൾ. നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഒരു ഹാർഡ്വെയർ ഡിവൈസസിൽ സ്റ്റോർ ചെയ്ത് വെക്കും സെക്യൂരിറ്റിക്ക് വേണ്ടി. ഈ ഡിവൈസസിന് പറയുന്ന പേരാണ് USB ടോക്കൺ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡോങ്കിൾ ഓർ ടോക്കൺ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഡോങ്കിൾ യൂസ് ചെയ്യുന്നത്. ഈ ഡിവൈസിനെ നമ്മളൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഡോക്യുമെൻറ്റിനെ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഡോങ്കിൾസ് പല പേരുകളിൽ പല തരത്തിലുള്ള ഡോങ്കിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലിവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ട്രസ്റ്റ് കീ, പ്രോക്സി കീ, വാച്ച് ഡേറ്റ, അതുപോലെ തന്നെ ePass 2003. ഈ USB ഡോങ്കിളിനെ നമ്മൾ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഈ ഡിവൈസിനെ കണക്ട് ചെയ്യുമ്പം ഒരു പിൻ ചോദിക്കും. ആ പിൻ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഡോക്യുമെൻറ്റ്സിന് ഡിജിറ്റലി സൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് ടോക്കൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റേറ്റിൽ വ്യത്യാസം വരികയും ചെയ്യും. സർട്ടിഫയിങ് അതോറിറ്റിക്ക് കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റി ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അത് IT Act 2000 സെക്ഷൻ 24 പ്രകാരമാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫയിങ് അതോറിറ്റീസാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ NIC, IDRBT സർട്ടിഫയിങ് അതോറിറ്റി, സേഫ് സ്ക്രിപ്റ്റ് CA സർവീസസ്, സിഫി കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, എൻകോഡ് സൊല്യൂഷൻ, ഇമുദ്ര, CDAC, NSDL, കാപ്രിക്കോൺ, പാൻഡാസൈൻ, IDസൈൻ, ഇങ്ങനെ കുറച്ചേറെ സർട്ടിഫയിങ് അതോറിറ്റീസാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ അതോറിറ്റീസാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് സർട്ടിഫയിങ് അതോറിറ്റി. സർട്ടിഫയിങ് അതോറിറ്റിയുടെ ഫങ്ഷൻസ് ആണ് ജനറേറ്റിംഗ് കീ പെയേഴ്സ്, ഇഷ്യൂയിങ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, പബ്ലിഷിംഗ് സർട്ടിഫിക്കറ്റ്, വെരിഫൈയിങ് സർട്ടിഫിക്കറ്റ്, റിവോക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്. സർട്ടിഫയിങ് അതോറിറ്റി രജിസ്ട്രേഷൻ അതോറിറ്റിനെയാണ് കീ പെയേഴ്സ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ യൂസറിൻ്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനുമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെയാണ്. ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിവോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റിവോക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അൺട്രസ്റ്റ് വന്നാൽ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും അൺട്രസ്റ്റ് വന്നാൽ സർട്ടിഫയിങ് അതോറിറ്റി അത് റിവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സർട്ടിഫയിങ് അതോറിറ്റിയുടെ ഫങ്ഷൻസ്. അടുത്തത് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ സിഗ്നേച്ചറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് നോൺ റെപ്യൂട്ടേഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ബട്ട് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത് ഒരു യൂസറിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനാണ്. അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ പബ്ലിക് കീ അയാളുടെ തന്നെയാണ് എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. ഇനി ഇതിൻ്റെ മേജർ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡെഫിനീഷൻ തന്നെ നിങ്ങൾക്കറിയാം. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് ആ ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റിയും ഇൻറ്റഗ്രിറ്റിയും എൻഷുർ ചെയ്യാനായിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫയലാണ്. അത് സർട്ടിഫിക്കറ്റ് ഹോൾഡറിൻ്റെ ഐഡൻറ്റിറ്റി
എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് സെക്യൂരിറ്റി. അടുത്തതാണ് പ്രോസസ്സ്. നിങ്ങൾക്കറിയാം, നേരത്തെ നിങ്ങൾ കണ്ടതാണ് എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫങ്ഷൻ ചെയ്യുന്നതെന്ന്. അതായത് ഒറിജിനൽ മെസ്സേജിനെ ഹാഷ് ഫംഗ്ഷന് വിധേയമാക്കി ഒരു ഹാഷ് വാല്യൂ നമുക്ക് കിട്ടും. ആ ഹാഷ് വാല്യൂവിനെയാണ് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ സെൻഡറിൻ്റെ സീക്രട്ട് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത് സർട്ടിഫയിങ് അതോറിറ്റിയാണ്. അതിന് 4 സ്റ്റെപ്പിൽ കൂടിയാണ് സർട്ടിഫയിങ് അതോറിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്ന് കീ ജനറേഷൻ, ദെൻ രജിസ്ട്രേഷൻ, അനദർ വെരിഫിക്കേഷൻ ആൻഡ് ക്രിയേഷൻ. നെക്സ്റ്റ് വണ്ണാണ് സെക്യൂരിറ്റി സർവീസസ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സെൻഡറിൻ്റെ ഒതൻറ്റിസിറ്റിയും ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ നോൺ റെപ്യൂഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നത്. അതേസമയം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് X509 സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനാണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതായത് ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫയിങ് അതോറിറ്റീസ് ഏതൊക്കെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന പോർഷൻസാണ് ഞാനിവിടെ കവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.